Hi friends, welcome to Me For You Tech channel. ഇത് നമ്മളൊരു തകർപ്പൻ ആപ്പിനെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവർക്കും റീൽസ് കാണാനും റീൽസ് ഇടാനും ഇഷ്ടമായിരിക്കും. പക്ഷേ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയല്ലേ? പെയ്ഡ് ആപ്പുകളും അതിന്റെ പുറകെ പോയി സമയം കളയേണ്ട ആവശ്യമില്ല. മെറ്റ ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നു. അതിന്റെ എല്ലാവിധ ഫീച്ചേഴ്സും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അത് മുഴുവനായിട്ട് അറിയാൻ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ആപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്യാപ്കട്ടിനും വിയനും സമാനമായിട്ടൊരു ആപ്പ് നമുക്ക് മെറ്റ തന്നെ ഇൻസ്റ്റഗ്രാമിന് വേണ്ടി പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ആൻഡ്രോയിഡിലും iOS-ലും ലഭ്യമാണ്. അപ്പൊ അതിനായി പ്ലേ സ്റ്റോർ എടുത്ത് എഡിറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുക. ഈ ആദ്യം വരുന്ന എഡിറ്റ്സ് ആൻഡ് ഇൻസ്റ്റഗ്രാം ആപ്പ് എന്നുള്ളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഇതിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുകയാണ്. അതുകൊണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കണ്ടിന്യൂ വിത്ത് ഇൻസ്റ്റഗ്രാം നമ്മുടെ ഇൻസ്റ്റഗ്രാം ID ആണ് വരുന്നത്. അത് വെച്ച് കണ്ടിന്യൂ ചെയ്ത് നമ്മളത് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതിലെ എല്ലാ വർക്കുകളും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ കണക്റ്റഡ് ആയിട്ടായിരിക്കും ഇവിടെ വരുന്നത്. ആദ്യം തന്നെ വരുന്ന ഒരു ഇന്റർഫേസിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ സേവ് ചെയ്ത സ്റ്റിക്കേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സേവ് ചെയ്ത റീൽസ്, നമ്മുടെ കളക്ഷൻസ്, നമ്മൾ സേവ് ചെയ്ത് വെച്ച ഓഡിയോസ്, മ്യൂസിക്സ് എല്ലാം എടുക്കാൻ വേറെ ഇൻസ്റ്റഗ്രാമിലോ വേറെ ആപ്പുകളൊന്നും പോയി തപ്പേണ്ട ആവശ്യമില്ല. എല്ലാം ഇവിടെ തന്നെ നമുക്ക് ലഭിക്കും. ഈ സെക്കൻഡ് ഓപ്ഷനിൽ കാണുന്ന ഇൻസ്പിറേഷൻസ് ആണ്. നമുക്ക് റീൽസ് ചെയ്യാൻ വേണ്ടി പലവിധ ഓഡിയോസ്, പല റീൽസുകൾ അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇതിന്റെയൊക്കെ ഓഡിയോസ് യൂസ് ചെയ്ത് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് റീൽസ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫോർത്ത് ഓപ്ഷൻ ആയിട്ട് ഇവിടെ കാണുന്നത് അലോ എഡിറ്റ്സ് ടു ആക്സസ് യുവർ ക്യാമറ ആൻഡ് മൈക്രോഫോൺ. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൽ തന്നെ റെക്കോർഡ് ചെയ്ത് ഇതിൽ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. ഇതിൽ 2x, 3x, 4x എല്ലാ രീതിയിലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇവിടെ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിൽ HD വരെ സൗകര്യമേ ലഭ്യമായിട്ടുള്ളൂ. പക്ഷെ iOS-കളിൽ 4K സൗകര്യം വരെ ലഭ്യമാണ്. നമുക്കിതിന്റെ എഡിറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ട ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ആഡ് ചെയ്യുന്നു. മൾട്ടിപ്പിൾ വീഡിയോസ് നമുക്ക് എടുക്കാം. ഇപ്പൊ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഒരു ചെറിയ വീഡിയോ എടുത്തിരുന്നേ ഉള്ളൂ. പിന്നെ ഇന്റർഫേസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഎന്റെയും ക്യാപ്കട്ടിന്റെ ഒക്കെ പോലൊരു ഇന്റർഫേസ് ആണ് ഇതിനും മെറ്റ കൊടുത്തേക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടും ഇത് ക്യാപ്കട്ടിന്റെ അത്രയും വരില്ല എങ്കിലും ഇത് റീൽസ് ചെയ്യാൻ ഒരു തകർപ്പൻ ആപ്പ് തന്നെയാണ്. ഇതിനകത്തെ ഓഡിയോസും എല്ലാം നമുക്ക് ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത്. പിന്നെ അത് ഇവിടെ ഓഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓഡിയോ എന്നൊരു ഓപ്ഷനിൽ നമുക്ക് വേണ്ട ഓഡിയോസ് എല്ലാം നമുക്ക് ലഭിക്കും. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ സേവ് ചെയ്ത ഓഡിയോസ് എല്ലാം ഇവിടെ. അതുപോലെ ട്രെൻഡിങ് ഓഡിയോസ് ഇവിടെ ഉണ്ട്. ടോപ്പ് ട്രെൻഡിങ് 1 ആയിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സോങ്സ്, അതുപോലെ ടോപ്പ് 13 അങ്ങനെ കുറേ ഓഡിയോസ് ഇവിടെ ലഭിക്കും. ഇത് നമുക്കിവിടെ ടെസ്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. ആ ടെസ്റ്റിന്റെ പല ടെംപ്ലേറ്റുകൾ നമുക്കിവിടെ ലഭ്യമാണ്. ഇതുകൊണ്ട് 3D ഓഫ്സെറ്റ്, ട്രാൻസ്പെറൻറ്റ്, ബ്ലർ അങ്ങനെ പല ടെംപ്ലേറ്റ്സ് നമുക്കിവിടെ ലഭിക്കും. അടുത്ത വോയിസ് ഓവർ കൊടുത്തുള്ള റീൽസാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഏറ്റവും ആപ്റ്റാണ് ഈ ഒരു സെറ്റിങ്സ്. ഇതിനകത്ത് നമുക്ക് ഈ വീഡിയോ പ്ലേ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഇട്ട് സെയിം സിംഗിലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ക്യാപ്ഷൻ ഫീച്ചറാണ്. ഇതിനകത്ത് ക്യാപ്ഷൻ എന്ന് പറയുന്നത് അത് അടിപൊളിയാണ്. നമുക്കിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അകത്ത് ക്യാപ്ഷനും കൂടി ഇട്ട ഒരു വീഡിയോ ആണ് നമുക്ക് റീലിടാൻ തോന്നുന്നെങ്കിൽ അതിന് എക്സ്ട്രാ ക്യാപ്ഷൻ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ അകത്തെ ക്യാപ്ഷനൊക്കെ ഇട്ട് അതിൻ്റെ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും വരാതെ കറക്റ്റ് അതിൻ്റെ അകത്ത് കാണുന്ന വീഡിയോയിലുള്ള ക്യാപ്ഷൻസ് ഇവിടെ തനിയെ വരും. ഈ വീഡിയോയ്ക്ക് ക്യാപ്ഷൻ ഇടാൻ വോയിസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ക്യാപ്ഷൻസ് വരാത്തത്. വോയിസ് ഉള്ള വീഡിയോ ആണെങ്കിൽ അതിന്റെ ക്യാപ്ഷൻസ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തനിയെ വന്നോളും. അടുത്ത ഓപ്ഷനാണ് ഓവർലേ. ഇതിനകത്ത് നമുക്ക് വേണ്ട ഇതിലൊരു ഇമേജ് എക്സ്ട്രാ ഈ വീഡിയോയുടെ കൂടെ പോപ്പപ്പ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ നമ്മളിങ്ങനെ വെക്കുമ്പോൾ അത് ആ കറക്റ്റ് ഇമേജ് ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് ഇമേജ് പോപ്പപ്പ് ആയിട്ട് വന്ന് അതിനുവേണ്ടി എഫക്ട്സ് ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അടുത്തത് ഇതിനകത്ത് സൗണ്ട് എഫക്ട്സ് ആണ്. ഇപ്പോൾ ഒരു ട്രാൻസിഷൻ വീഡിയോ നമ്മൾ ഇടുന്നതെങ്കിൽ അതിന് വേണ്ട പല സൗണ്ട് എഫക്ട്സ്, ആക്ഷൻ സൗണ്ട് എഫക്ട്സ്, കോമഡി സൗണ്ട് എഫക്ട്സ് എല്ലാം ഇതിനകത്ത് തന്നെ ലഭ്യമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു മെയിൻ ഓപ്ഷൻ എന്ന് വെച്ചാൽ കട്ടൗട്ട് ആണ്. ഇതിനകത്ത് AI കട്ടൗട്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കൊരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് നമുക്ക് ആ വീഡിയോ ഇവിടെ യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ ഗാലറിയിൽ അതിനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട വീഡിയോ ക്ലിക്ക് ചെയ്യുക. തനിയെ ലോഡായി അത് തനിയെ മാനുവലി അത് കട്ടായിക്കോളും ബാക്ക്ഗ്രൗണ്ട്. എന്നാൽ നമുക്ക് കാണാം അതിൻ്റെ ആ പേഴ്സണെ മാത്രം കറക്റ്റ് ക്ലിയർ ആയിട്ട്
കട്ട് ചെയ്തു. അപ്പം ഇനി ട്രാക്ക് ഒബ്ജക്റ്റ് എന്ന് താഴെ കാണുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒബ്ജക്റ്റ് എങ്ങോട്ടൊക്കെ മാറുന്നു അതിനനുസരിച്ച് ഈ കട്ടൗട്ട് മാറിക്കോളും. അതിപ്പോൾ പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ഇത് എത്ര കറക്റ്റായിട്ട് അതിൻ്റെ കട്ടിങ് എന്ന് നമുക്കിത് കഴിയുമ്പോൾ നോക്കാം. ഇത് നമ്മുടെ വീഡിയോയിലോട്ട് ആഡ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ വീഡിയോയിൽ വെക്കാം. ജസ്റ്റ് നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കട്ടൗട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ അത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കട്ടിങ് ഒക്കെ എന്ത് കറക്റ്റായിട്ടാണ് വന്നേക്കുന്നതെന്ന്. പിന്നെ അതിനകത്ത് സ്റ്റിക്കേഴ്സിൻ്റെ ഓപ്ഷനുണ്ട്. നമുക്ക് വേണ്ട കുറച്ച് സ്റ്റിക്കേഴ്സ് GIF അതൊക്കെ ഇതിൻ്റെ അത് കിട്ടുന്നതായിരിക്കും. ഇതിനകത്ത് കട്ടൗട്ട് ഓപ്ഷൻ ഒരു അടിപൊളി ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ ഇതിൻ്റെ അത് സ്റ്റിക്കേഴ്സ് ലഭ്യമാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അത് വീഡിയോയുടെ സ്പീഡൊക്കെ കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോയുടെ ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോ എഫക്ട്സ്, പലതരം എഫക്ട്സുകൾ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ എക്സ്ട്രാ നമ്മൾ പെയ്ഡ് അല്ലാത്ത കുറേ ഫ്രീ എഫക്ട്സുകൾ ഇതിനകത്തുണ്ട്. നമുക്ക് പ്ലേ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാൻ പറ്റും. സൂം ഇൻ, സൂം ഔട്ട്, അങ്ങനെ പല എഫക്ട്സുകൾ ഇതിൻ്റെ അകത്ത് ആഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇത് നമുക്ക് വാട്ടർമാർക്ക് ഇല്ലാതെ നേരെ ഇൻസ്റ്റഗ്രാമിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുവിധ വാട്ടർമാർക്ക് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നതല്ല. HD എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വെളിയിൽ നിന്നൊരു ഓഡിയോ വേണമെങ്കിൽ ആ ഓഡിയോനെ നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഓഡിയോ ഉള്ളൊരു വീഡിയോയിൽ നിന്ന് വീഡിയോനെ എക്സ്ട്രാക്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയാനും എല്ലാ ഓപ്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്. ഈ ക്ലിപ്പ് നമ്മൾ ഈ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയിൽ കുറച്ച് എന്തെങ്കിലും ഓഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടും ഒരു നല്ല ബെസ്റ്റ് എഡിറ്റിംഗ് ആപ്പായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഈ ആപ്പ് എല്ലാവർക്കും പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. അപ്പോൾ എല്ലാവരും പോയി ഇൻസ്റ്റാൾ ചെയ്ത് റീൽസ് ഒക്കെ എടുത്ത് തകർക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.